part of the breast cancer October 2025 by the Indian Radiological and Imaging Association IRIA Preventive Radiology in association with the Association of Malayalam Movie Artists AMMA and Swasthi Foundation. So today we are on the 21st day of our webinar. So this entire month we had a series of inspiring sessions, activities. So we stand together in solidarity to spread awareness, to educate, and to remind every woman and man that early detection saves lives. October is painted in pink across the world, a color of compassion, courage, and care. The pink ribbon isn't just a symbol, it's a promise to talk, to understand, and to stand beside those who are fighting silently. So today's session is a part of the curtain raiser for the Global Preventive Onco Summit 2026. So our goal is to bring together the world of radiology, clinics, genetics, and compassion to discuss, to learn, and to inspire early screening. നമുക്ക് ആദ്യമായി നമ്മുടെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരാണുള്ളത്. ഫസ്റ്റ് ബിലോട്ട് ഫേസ് ഇൻ മലയാളം സിനിമ ശ്രീമതി ദേവി ചന്ദന. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ തൊട്ട ഒരു വ്യക്തിയാണ് ശ്രീമതി ദേവി ചന്ദന. Her grace and performances have touched audiences across generations and she's also a very graceful dancer. ഒരുപാട് സന്തോഷമുണ്ട് മാഡം ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ സന്ധ്യയിൽ നമ്മുടെ കൂടെ ചേരാൻ. രണ്ടാമത് നെക്സ്റ്റ് വി ഹാവ് ശ്രീ എസ് ഗോപിനാഥ് IPS, retired Inspector General of Kerala Police and former Indian Volleyball International, a man who has inspired many through discipline, leadership, and service. So we extend a warm welcome and heartfelt gratitude to both our chief guests for their presence and support. Thank you. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ശ്രീമതി ദേവി ചന്ദനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ് to just share your thoughts. രണ്ട് വാക്ക് സംസാരിക്കാനായി. Sure. Good evening. കേൾക്കാമോ എല്ലാവർക്കും? ഗുഡ് ഈവനിങ് ഓൾ. ഒരുപാട് സന്തോഷം IRIA ഈ ഒരു വെബിനാറിൽ പാട്ടാകാൻ സാധിച്ചതിൽ. എനിക്ക് തോന്നുന്നു കലാകാരിയായിട്ട് നമ്മൾ നിലകൊള്ളുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതുമായുള്ള ചില നിമിഷങ്ങളാണ് ഇതുപോലെ നമുക്ക് വീണ് കിട്ടുന്നത്. ഒരുപാട് സന്തോഷം. സ്വസ്തി ഫൗണ്ടേഷൻ്റെയും അമ്മയുടെയും ഒരു കൈകോർത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. കാരണം ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യിക്കാനും അല്ലെങ്കിൽ ഈ ഒരു വിമുക്തമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ആശയത്തിന് ഒരുപാട് ഊന്നൽ നൽകാനും സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഒരു എളിയ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്വസ്തിയുമായിട്ട് ഞാൻ വളരെ അടുത്താണ് ഞാൻ ഇടപെട്ട് തുടങ്ങിയത്. പിന്നെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം സംഘടനയാണ്, ഞങ്ങളുടെ അമ്മ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ചിന്ത എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇത് ലോകമെമ്പാടും സ്പ്രെഡ് ആവേണ്ട ഒരു ചിന്ത തന്നെയാണ്. ഒരു മാസത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഈ ഒരു ആശയം എല്ലാവരിലേക്കും എത്തട്ടെ. നിങ്ങളുടെ IRIA ഈ ഒരു ഉദ്യമം വളരെയധികം നല്ല രീതിയിൽ സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ, എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. ഞങ്ങൾ സാധാരണ ആൾക്കാരടുത്ത് പറയുന്നതിനേക്കാളും ഒരുപാട് ഇഫക്റ്റാണ് നിങ്ങൾ സെലിബ്രിറ്റീസ് വന്ന് ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ. അപ്പം അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് എല്ലാവരും മാക്സിമം സ്പ്രെഡ് ചെയ്യുക. അപ്പം പറഞ്ഞ പോലെ തന്നെ ഈ മാസം മാത്രമല്ല, അല്ല എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. സ്ത്രീകൾ ഇപ്പൊ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ തന്നെ അമ്മയായാലും അമ്മായിയമ്മ എല്ലാവരും അവരൊക്കെ നമ്മളുടെ ഹെൽത്ത് പ്രയോറിറ്റി എപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യുന്ന രീതി ഞാൻ ഉൾപ്പെടെ കേട്ടോ. നമ്മൾ പല തിരക്കുകളും കൊണ്ടും അപ്പം പല തിരക്കുകളും കൊണ്ടും അല്ലെങ്കിൽ ഇത് കഴിയട്ടെ, അല്ലെങ്കിൽ ഈ മാസം കഴിയട്ടെ, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റൈസിങ് ഏരിയാസ് ഒക്കെ വേറെ ആയിരിക്കും. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അത് നേരത്തെ എങ്ങാനും കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകുമോ? കാരണം എനിക്കുമൊക്കെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് നമ്മളെല്ലാവരും പറയുന്നത് വളരെ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദൻ കെയർ. പക്ഷെ എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ അത് അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. അത് വളരെ ആർക്കും അസുഖം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത്, ഇതുപോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുക. പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മെഡിക്കൽ സംവിധാനത്തിൽ ഒരുപാട് ഏർലി ഡിറ്റക്ഷൻ സ്റ്റേജിൽ ഏത് ക്യാൻസറും മാറ്റിയെടുത്ത് തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു
മെഡിക്കൽ സപ്പോർട്ട് നമുക്ക് ഇന്നത്തെ കാലത്തുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത് ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ പോലുള്ള ചെറിയ ആൾക്കാർക്ക് അതിനൊരു ചെറിയൊരു ഫയർ ആകാൻ സാധിച്ചാൽ വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay, thank you, ma'am, for this beautiful message. Thank you so much. അടുത്തത് I invite Sri Gopinath sir. Sir, please share your thoughts on this. Thank you, Reshmi, and thank you, Devi Chandana. ഞാൻ സ്വസ്തി ഫൗണ്ടേഷന്റെ ഒരു ട്രസ്റ്റി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഐ എം നോട്ട് എ ഡോക്ടർ, ഐ എം നോട്ട് എ മെഡിക്കൽ പ്രൊഫഷണൽ ഓൾസോ. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒരു 10 വർഷത്തിലേറെയായിട്ട് ഒരു ക്യാൻസർ അവയർനെസ് ക്യാമ്പയിൻസ് നടത്തുകയും ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളെ ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നതിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞ ഒരു ഓർഗനൈസേഷനാണ് സ്വസ്തി ഫൗണ്ടേഷൻ. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യം ഒരു വലിയ ആശങ്കയായിരുന്നു. നേരത്തെ ദേവി ചന്ദനയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരിശോധനയ്ക്ക് പോകാൻ പറഞ്ഞാല് സത്യം പറയാം എനിക്കും പേടിയാ. എന്തെങ്കിലും പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ അത് എൻറ്റെയിൽ ചെയ്യുന്ന അതിനോട് കൂടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് സൊസൈറ്റി ഇതിന് ഒരു സ്റ്റിഗ്മയുണ്ട്. ക്യാൻസർ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ചികിത്സയിൽ അതിന്റെ ഡിറ്റക്ഷനിലും അതിന്റെ ചികിത്സയിലും പുരോഗമിച്ചെങ്കിൽ പോലും നമ്മുടെ സൊസൈറ്റിയിൽ അതൊരു സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആശങ്കയോടെ ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ക്യാമ്പയിൻ ആരംഭിച്ചപ്പോഴേ ആളുകൾ വരാൻ മടിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ആശാവഹമായിട്ട് തോന്നിയത്, തുടക്കത്തിൽ ഒരു ചെറിയ ഞങ്ങൾ പതുക്കെ തുടങ്ങിയെങ്കിലും പിന്നീട് തിരിച്ചു പോകാൻ ഒക്കാത്ത തരത്തിലുള്ള റെസ്പോൺസ് ഇതിന് കിട്ടിയെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഡോക്ടേഴ്സിന്റെ ഒരു വലിയ സംഘം, അതുപോലെ റേഡിയോളജിസ്റ്റ്, അതുപോലെ വളരെ സൗഹൃദത്തോടെ ഈ സ്ക്രീനിങ് ഞങ്ങൾ അവിടെ ഓരോരുത്തരുടെ സ്ഥലത്ത് പോയാ ചെയ്തത്. അല്ലാതെ നമ്മൾ ലാബിലേക്ക് വരാനോ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞാൽ വരില്ല. ഞാനത് ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മുടെ ആളുകളും നമ്മുടെ സ്ത്രീകളും പോലും വരില്ല, പുരുഷന്മാരും വരില്ല. ഞാൻ സ്ത്രീകളെ മാത്രം കുറ്റം പറയുകയല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ആശങ്കയോടെ തുടങ്ങിയെങ്കിലും വളരെ പ്രോത്സാഹജനകമായ റെസ്പോൺസ് കിട്ടി എന്നുള്ളതും, ഏതാണ്ട് 60-65ഓളം ഡോക്ടർമാര് ഏത് സമയത്ത് വിളിച്ചാലും ഏത് ക്യാമ്പിലേക്കും ഞങ്ങൾ വിളിച്ചാൽ എത്തിച്ചേരും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വലിയ ഇന്റർനാഷണൽ സമ്മിറ്റ്സ് നടത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിദഗ്ധന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടിയ ഊർജമാണ് ഈ ഓങ്കോളജി, പ്രിവെന്റീവ് ഓങ്കോളജി രംഗത്ത് ക്യാൻസർ ഫ്രീ കേരള എന്നൊക്കെ പറഞ്ഞൊരു പ്രോജക്റ്റ് ഞങ്ങൾ വളരെ സജീവമായിട്ട് ഞങ്ങൾ നടത്തി എന്നല്ല പറയുന്നത്. വി ആർ ഓൺലി ഫെസിലിറ്റേറ്റേഴ്സ്. അതിന് സഹകരിച്ച ഡോക്ടേഴ്സ്, അതിന് സഹകരിച്ച പാരാമെഡിക്സ്, അതിന് സഹകരിച്ച മറ്റ് ഓർഗനൈസേഷൻസ് എല്ലാവരും ഞങ്ങൾ വളരെ വളരെ നന്ദിയോടെ ഓർക്കുക. ഞങ്ങൾ എന്തെങ്കിലും മഹാകാര്യം ചെയ്തു എന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല. ഇപ്പൊ നമ്മൾ ഈ ഒക്ടോബർ മാസം എല്ലാ വർഷവും നമ്മൾ പ്രിവെന്റീവ് ഓങ്കോളജിയുടെ ഭാഗമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആചരിക്കുന്നുണ്ട്. വളരെ വലിയ ഡിഗ്നിറ്ററീസ്, ഫിലിം സ്റ്റാർസ്, പ്രിൻസസ് ഹെർസെൽഫ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സിവിൽ സർവൻസ്, ഇവരെല്ലാം നേരിട്ട് മറ്റ് പൊതുജനങ്ങളുടെ മുമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായി തന്നെ നല്ല മാതൃക സൃഷ്ടിച്ച ആളുകളുണ്ട്. അമ്മയെ പോലൊരു സംഘടനയ്ക്കൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇതിനകത്ത്. നിങ്ങൾ വലിയ ഒരു സോഷ്യൽ മൂവ്മെന്റിനോ അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ സഹകരിക്കുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ടാസ്ക് കൂടുതൽ വലുതാകുകയും അല്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. എന്നാൽ അതിനുള്ള അല്പാശങ്കയുമുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിക്കാൻ പോവാണ്. ഒരു പ്രിവെന്റീവ് ഓങ്കോളജിയുടെ ഒരു ഗ്ലോബൽ സമ്മിറ്റ്. ലോകത്തിലെമ്പാടുമുള്ള ക്യാൻസർ ചികിത്സാ വിദഗ്ധന്മാരും പ്രിവെന്റീവ് ഓങ്കോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി 16, 17, 18 തീയതിയിൽ തിരുവനന്തപുരത്ത് വെച്ച് വലിയ ഒരു പ്രിവെന്റീവ് ഓങ്കോ സമ്മിറ്റ് നടത്താൻ പോവാണ്. ഇതിനൊക്കെയുള്ള ഞങ്ങളുടെ ഒരു വിശ്വാസം, എവിടെയെങ്കിലും നമ്മൾ വേദനിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് നമ്മൾ ചെന്നാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ കൂടെ വരും. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ പ്രേരക ശക്തിയായിട്ട് അവർ പ്രവർത്തിക്കുന്നുള്ള ഒരു ഏക വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ ഞങ്ങളുടെ
ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താണ് എക്സ്പെർട്ടൈസോ ചികിത്സാ വൈദഗ്ധ്യം ഒന്നുമല്ല ഇതിന്റെ പിന്നിൽ. കഴിയുന്നത്ര ആളുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്, ഇത്രയും കാലത്തെ പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഏർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകൾ വളരെ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടാൽ അതിൻ്റെ റിക്കവറി പെർസെൻറ്റേജ് വളരെ ഉയർന്നതാണ്. വളരെ 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 ഉയർന്ന നിലവാരത്തിൽ റീഹാബിലിറ്റേഷനും നടക്കും. പക്ഷെ ഈ നേരത്തെ ദേവി ചന്ദന സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പ്രയോറിറ്റിയാണ്. വീട്ടിലുള്ള എല്ലാവരുടെയും അസുഖം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ആശുപത്രിയിൽ പോവുള്ളൂ. ശരിയല്ല ഞാൻ പറഞ്ഞത്? മറ്റേ നിങ്ങളുടെ ഭർത്താവിനോ കുടുംബാംഗങ്ങൾക്കോ ഒരു ജലദോഷം വന്നാൽ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പനി വന്നാൽ നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് ഓടും. മറ്റ് വീട്ടമ്മമാരാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു ഘടകം. ഞങ്ങൾ പല സംഘടനകളിലൂടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൂടെ ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഉദ്ദേശിച്ച തരത്തിൽ ഒരു വലിയ തമ്പിങ് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ആശാവഹമാണ്. നന്നായി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും, റേഡിയോളജിസ്റ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടേഴ്സ്, അവരെ നമുക്ക് കൈയെടുത്ത് തൊഴണം. മുഴുവൻ സമയം ആശുപത്രി ചെലവഴിക്കുന്ന ആളുകൾ ഒരു ദിവസമോ അര ദിവസമോ ഒരു ഓഫ് കിട്ടുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ ക്യാമ്പിൽ വന്ന് ഏതെങ്കിലും ഒരു റിമോട്ട് സ്ഥലത്ത് ക്യാമ്പിൽ ഇരുന്ന് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഫിസിക്കൽ എക്സാമിനേഷനും അതിനുശേഷം കൂടുതൽ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള സ്ഥലത്ത് ലാബിലേക്ക് അയക്കാനും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുകയും അവരുടെ ചികിത്സ ഉൾപ്പെടെ മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഞങ്ങളൊന്നും അല്ല സംസാരിക്കേണ്ടത്, അവരൊക്കെയാണ് സംസാരിക്കേണ്ടത്. ഒരുപക്ഷെ സംസാരിക്കാൻ വരുന്ന സമയം പോലും അവർ മറ്റ് രോഗികൾക്ക് കൊടുക്കേണ്ടതായ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവരും. അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുക, കഴിയുന്നത്ര ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാകാൻ നമ്മൾ പ്രേരിപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്വസ്തി ഫൗണ്ടേഷനോട് എനിക്കുള്ള ഒരു വൈകാരികമായ അടുപ്പം, അല്ലെങ്കിൽ വൈകാരികമായ ബന്ധം, അല്ലെങ്കിൽ ഒരു രക്തബന്ധം എന്ന് തന്നെ പറയാം. ഇത് യാതൊരു സ്വാർത്ഥ ലാഭത്തിനും വേണ്ടിയല്ലാതെ, ഇതിന്റെ ഭാരവാഹികളെ ഒന്നും നിങ്ങൾ ഒരിടത്ത് നോക്കിയാലും കാണില്ല. ഇതിന് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെയോ അവരവരുടെ പ്രവർത്തനങ്ങളും ഫോട്ടോയും പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകളുമല്ല. വളരെ നല്ല ഒരു കൂട്ടം ആളുകൾ ഇതിനകത്തുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ, മറ്റ് അലൈഡ് ആയിട്ടുള്ള ക്യാൻസറും ഒക്കെ ഉണ്ട്, കൊളോൺ ക്യാൻസർ ഉണ്ട്, മറ്റ് പലതരത്തിലുള്ള ഓറൽ ക്യാൻസർ ഉണ്ട്. അത് ഇതുപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു സംഗതിയാണ്. അതിലേക്ക് എല്ലാം പോകാം. പക്ഷേ ഈ മാസം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആയിട്ട് നടത്തുകയാണ്. ഈ അവയർനെസ് ക്യാമ്പയിൻ നന്നായി വിജയിക്കട്ടെ. ഒരുപാട് പേർക്ക് ഡിറ്റക്ട് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല. പക്ഷേ ഡിറ്റക്ട് ചെയ്യേണ്ട ആളുകളുടെ എല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ഒരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ. സഹകരിക്കുന്ന എല്ലാവർക്കും സ്വസ്തി ഫൗണ്ടേഷന്റെ പേരിൽ ഒരു സാധാരണ കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം. Thank you so much, sir, for that inspiring message. You are actually supporting doctors in a big way, and Swasthi Foundation is actually doing a very great thing especially in this preventive healthcare arena. So thank you so much, sir. So now let's move to the core of our session, the scientific and social perspectives of breast cancer. So we are privileged today to have with us an eminent panel of experts. Chairing today's session is Dr. Ajay Kumar, Professor and Head Department of Radiation Oncology, Govt Medical College, Kozhikode. Our distinguished speakers are Dr. Sreekanth S. Kumar, Assistant Professor and Head Department of Surgical Oncology, Govt Medical College, Kozhikode. He'll talk on male breast cancer and overlooked reality. And our second speaker is Dr. Lekshmy, Associate Professor and Lead Consultant, Advanced Breast Imaging and Interventions, Amrita Institute of Medical Sciences, Kochi. She'll talk on genetics meets radiology, tailoring screening for high-risk women. So over to Ajay Kumar, sir, for the scientific session. First, let me thank the organizers for inviting me to chair this session. We have got my duties to introduce Dr. Sreekanth. Is presently Associate Professor of Surgical Oncology of Tertiary Cancer Care Center, Govt Medical College, Calicut.
Dr. Sreekanth took his MS and MCH from Trivandrum, that is from Trivandrum Medical College, and from RCC Trivandrum. And to the luck of people of Calicut, Dr. Sreekanth joined at Government Medical College, Calicut in 2015. And at that time, there was a shortage of surgical oncology. I don't know whether I can call it a shortage. There was no surgical oncology during that period at Government Medical College. The general surgeons were doing all this surgery. Even though they were doing very good surgical support, but still we need to get the expert interview from surgical oncology department. So Dr. Sreekanth joined and he started the whole thing from scratch. You all know that. See, there was no surgery, no department at all. So you'll have to start everything from new. And in 2018, we started the Tertiary Cancer Care Center. By that time, we have, after seeing the work of Dr. Sreekanth, we have given a floor, whole 15,000 floor, 50,000 square feet floor to Dr. Sreekanth. But unfortunately, the theater was not ready. And after about 6 months in 2019, on the World Cancer Day, February 4th, Dr. Sreekanth started the surgical oncology. And since then, he has not looked back. And last year, he has done 600 major surgical cases in that institute. It's a great tribute to the people of Northern Kerala. And they have started all the new techniques like high-tech surgery, which costs it's costly outside in private centers, but they are all doing it almost free of cost in our center. It's a great thing. And I don't waste my time. Dr. Sreekanth, please do the talk. Hello. Can you hear me? Yes, Sreekanth. Good evening, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജയകുമാർ സാറ് വളരെ വിപുലമായ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. By the way, first hi to Lekshmy. Lekshmy എൻ്റെ ജൂനിയർ ആണ്, എന്നെ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് തീർച്ചും ഒരു വെരി നോവൽ ഇനിഷ്യേറ്റീവ് ബൈ സ്വസ്തി. ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയാണ്. സ്തനമില്ലാത്ത പുരുഷന്മാർക്ക് സ്തനാർബുദം വരുമോ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. നിർഭാഗ്യവശാൽ ആ സുഖവും നമ്മളെ വിടുന്നില്ല. പുരുഷന്മാർക്കും സ്തനാർബുദം വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം നിപ്പിൾ, മെയിൽ പേഴ്സൺസ് അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിപ്പിളിന് താഴെ ചെറിയ ഒരു അംശം സ്ഥലം, എല്ലാവർക്കും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർക്കും സ്തനാർബുദം വരാനുള്ള സാധ്യതയുണ്ട്. എത്രത്തോളമാണ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 സ്തനാർബുദങ്ങൾ, if you take 100 breast cancers, the incidence is 1 in 100 will be a male breast cancer. അതായത് 100 പുരുഷന്മാരെ അല്ലെങ്കിൽ 100 ബ്രസ്റ്റ് ക്യാൻസറെ കാണുകയാണെങ്കിൽ അതിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഒരു പുരുഷനായിരിക്കും എന്നുള്ളതാണ് അതിന്റെ കണക്ക്. ഇനി പുരുഷന്മാർക്കിൽ എത്ര പേർക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രായത്തിന് മുകളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ 1000 ഒരാൾക്ക് സ്തനാർബുദം വരാം. പുരുഷന്മാർക്ക് വരുന്ന ക്യാൻസറുകളിൽ ആദ്യത്തെ 5ഓ 6ഓ പട്ടികയിൽ ഒന്നും ബ്രസ്റ്റ് ക്യാൻസർ വരില്ല. പുരുഷന്മാർക്ക് വരുന്ന ബ്രസ്റ്റ് ക്യാൻസറുകൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, കോളൻ ക്യാൻസർ, ഓറൽ ക്യാൻസർ ഒക്കെയാണ്. എന്നിരുന്നാലും പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആണ്. അതായത് പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്നുള്ള ഒരു അവയർനെസ് തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ എലിമെന്റ്. ഇപ്പൊ പുരുഷന്മാർക്ക് വരുമ്പോൾ അതിൻ്റെയുള്ള ലക്ഷണങ്ങൾ എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ. അപ്പം ആദ്യമായിട്ട് അവർക്ക് വരുന്നത് നിപ്പിളിന്റെ താഴെയുള്ള കട്ടിയാണ്. നിപ്പിൾ കട്ടി പ്രാപിക്കുന്നതാണ്. സാധാരണയിൽ കവിഞ്ഞ് കട്ടി പ്രാപിക്കുന്നതും ഒരു പക്ഷേ വേദന വരുന്നതും ഒക്കെയാണ് ഏറ്റവും കോമൺ സിംറ്റം. രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നിപ്പിളിന് ചുറ്റുമുള്ള ചൊറിച്ചിൽ, ഒരു പക്ഷേ നിപ്പിൾ ബ്ലീഡിങ്, ഇതൊക്കെ വരാം. മൂന്നാമത്തത് ഒരു പക്ഷേ കക്ഷത്തിലെ കഴലകളൊക്കെ വരാം. ഇത് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വരുന്ന അതേ ലക്ഷണങ്ങളാണ്. അതിലെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്തനാർബുദത്തെ പറ്റി അല്ലെങ്കിൽ സ്ത്രീകളുടെ വരുന്ന സ്തനാർബുദത്തെ പറ്റി നാട്ടുകാർക്ക് അവബോധം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു മുഴ വന്നാലോ അവർ പെട്ടെന്ന് ആശുപത്രിയിൽ സമീപിക്കാൻ സാധ്യത. എന്നാൽ പുരുഷന്മാർക്ക്
ഇങ്ങനെ വരാമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. അപ്പൊ ഇത് വരുമ്പോൾ ഇത് സാധാരണ തട്ടിയതായിരിക്കാം, മുട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ആയിരിക്കാം, അല്ലെങ്കിൽ കഴിച്ച മരുന്നുകളുടെ വ്യത്യാസമായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും ഇത് അവഗണിക്കപ്പെടും. ചിലപ്പോൾ നിർഭാഗ്യവശാൽ ഇവരിലേക്ക് വ്യാപിച്ചതിന് ശേഷമായിരിക്കാം വരുന്നത്. ഉദാഹരണത്തിന് തലവേദനയായിട്ടോ, നട്ടല് വേദനയായിട്ടോ, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടോ ഒക്കെ ഇവര് വരാൻ സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് വരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ചില കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കുടുംബ ചരിത്രം തന്നെയാണ്. അപ്പോൾ ഒരു പുരുഷന്റെ അമ്മയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്കോ, അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സ്തനാർബുദം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും സ്തനാർബുദം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്പർ 1. ഇത് 2, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ ചില പുരുഷന്മാർക്ക് അവരുടെ സ്തനം സാധാരണയിൽ കവിഞ്ഞ് വലുതായിരിക്കും, അല്ലെ? സ്ത്രീകളുടെ പോലെ തന്നെ സ്തനമുള്ള ചില പുരുഷന്മാരെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം. അതിന് പറയുന്നതാണ് ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ ഭൂരിഭാഗവും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതൊരു കാണാനുള്ള ഒരു വൃത്തികേടിനപ്പുറം വേറെ ഒരു രോഗമായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ഗൈനക്കോമാസ്റ്റിയ ഉള്ളവർക്ക് പലപ്പോഴും എന്തെങ്കിലും ഒരു എൻഡോക്രൈൻ, അതായത് ഹോർമോണുകളുടെ തകരാറുണ്ടാവും. പ്രത്യേകിച്ച് അവർക്ക് ടെസ്റ്റിസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ എന്നിവയുടെ അളവ് വ്യത്യാസമുണ്ടായി. ഈ വ്യത്യാസം അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനും ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കൂട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൈനക്കോമാസ്റ്റിയ പെർസെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കില്ലെങ്കിലും ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവാനുള്ള ഒരു കാരണമായ ഹോർമോണൽ വ്യത്യാസം ബ്രസ്റ്റ് ക്യാൻസറിന് ആണുങ്ങൾക്കുള്ള സ്തനാർബുദത്തിന് കാരണമായി ഭവിക്കാറുണ്ട്. പിന്നീട് തീർച്ചയായിട്ടും ജനിതക കാരണങ്ങൾ, പ്രത്യേകിച്ച് BRCA2 എന്ന് പറയുന്ന ജീൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബ പശ്ചാത്തലത്തിൽ BRCA2 ഉള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പുരുഷന്മാർക്ക് സ്തനാർബുദത്തിന് സാധ്യത കൂടുതലാണ്. ഇനി ചികിത്സാ രീതി, അല്ലെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു ഡോക്ടറിന്റെ പരിശോധനയിൽ ഇത് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. സ്ത്രീകളിൽ അത്രയും സ്തനങ്ങൾക്ക് വലിപ്പമില്ലാത്തതിനാൽ നിപ്പിളിന് അടിയിലുള്ള കട്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ തീർച്ചയായിട്ടും ആദ്യമായിട്ട് സംശയിക്കേണ്ട ഒരു കാര്യം സ്തനാർബുദം തന്നെയാണ്. വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാലൻ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ അത് അവന്റെ സ്തനങ്ങൾക്ക് കട്ടി കൂടാം, ആ ഒരു നിപ്പിളിന് ഒരു കട്ടി കൂടുന്നുണ്ട്. പക്ഷേ സ്തനാർബുദം വരുന്നത് പ്രത്യേകിച്ചും 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കാണ്. ഇപ്പോൾ സ്ത്രീകളുടെ സ്തനാർബുദം നമ്മൾ കണ്ടുവരുന്നത് 20 വയസ്സിൽ കാണുന്നുണ്ട്, 30 വയസ്സിൽ കാണുന്നുണ്ട്, 40 വയസ്സിൽ കാണുന്നുണ്ട്. പക്ഷെ പുരുഷന്മാർക്കുള്ള സ്തനാർബുദം ഇപ്പോഴും ഒരു 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് കണ്ടുവരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു നിപ്പിളിന് താഴെയുള്ള കട്ടിയോ വൃക്ഷത്തിലെ കടലയായിട്ടോ ഒരു പുരുഷൻ നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് വേണ്ടി വരും. അത് അൾട്രാസൗണ്ട് ടെസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. മാമോഗ്രാം പുരുഷന്മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം മാമോഗ്രാമിൽ ഒരു കംപ്രഷനും ഒക്കെ വേണ്ടത് ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു അൾട്രാസൗണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ. രണ്ടാമതായിട്ട് അതിൽ ഒരു ബയോപ്സി വേണം. സ്ത്രീകൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ബയോപ്സിയുടെ ആവശ്യം ഇവിടെയും വരുന്നുണ്ട്. മൂന്നാമത് സ്ത്രീകൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ബാക്കി എവിടെയെങ്കിലും വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളാണ്. അത് ചിലപ്പോൾ അൾട്രാസൗണ്ട് ആയിരിക്കാം, CT സ്കാൻ ആയിരിക്കാം, ഒരുപക്ഷെ എക്സ്റേ ആയിരിക്കാം, ഒരുപക്ഷെ ആവശ്യമനുസരിച്ച് പെറ്റ് സ്കാൻ വരെ നമ്മൾ ചെയ്തെന്ന് വരും. ഇത് കഴിഞ്ഞിട്ടുള്ള ചികിത്സാ രീതി സ്ത്രീകൾക്കുള്ള ചികിത്സാ രീതി പോലെ തന്നെയാണ്. സർജറി വരും, കീമോതെറാപ്പി, റേഡിയേഷൻ എന്നിവയെല്ലാം ഇതിന്റെ ചികിത്സാ രീതിയുടെ ഭാഗമായിട്ട് വരും. ഒരു വ്യത്യാസം സ്ത്രീകളിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് ഇപ്പോൾ മിക്ക മാറിടത്തിലെ അല്ലെങ്കിൽ സ്തനാർബുദത്തിന് മാറ് പ്രിസർവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാറ് പൂർണ്ണമായി നീക്കം ചെയ്യാതെ തന്നെ നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും. ഇതിനെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും. അതായത് അവരുടെ മാറിടവും അവരുടെ സൗന്ദര്യവും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സ ചെയ്യാൻ പറ്റും. ഭൂരിഭാഗം പേർക്ക്, എല്ലാവർക്കും അല്ല, ഭൂരിഭാഗം പേർക്ക് നമുക്ക് അങ്ങനെ ചെയ്തു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. അവരുടെ സ്തനം പൂർണ്ണമായിട്ട് മുലക്കണ്ണ് ചേർത്ത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണ്. അത് തന്നെയുള്ള ശസ്ത്രക്രിയ, അതിന് മാസ്റ്റെക്ടമി എന്നാണ് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ പക്ഷത്തിന്റെ കാര്യം ഇത് ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ചികിത്സ, അതായത് കീമോതെറാപ്പി, ഹോർമോൺ തെറാപ്പി, റേഡിയേഷൻ എന്നിവ ഒരു സ്ത്രീകളിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ഒരേ രീതിയിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറും പുരുഷന്മാരുടെ ബ്രസ്റ്റ് ക്യാൻസറും അതിന്റെ ബയോളജിക്കൽ
ഇതിൽ ഏകദേശം സെയിം തന്നെയാണ്. ഹോർമോൺ ചികിത്സയും എല്ലാം അതിന്റെ കൂട്ടത്തിലും ഭാഗത്തിലും വേണ്ടി വരാറുണ്ട്. കണ്ടുപിടിക്കാൻ പലപ്പോഴും വൈകുന്നത് കൊണ്ട് പുരുഷന്മാരുടെ ബ്രസ്റ്റ് ക്യാൻസർ ഒരു പക്ഷേ സ്റ്റേജ് 2 3 സ്റ്റേജിലോ അല്ലെങ്കിൽ 4th സ്റ്റേജിലോ ഒക്കെ കണ്ടുവരാറുണ്ട്. അത് ഈ അസുഖത്തെ പറ്റിയുള്ള അവബോധം കുറയുന്നത് കൊണ്ടും ഈ അസുഖത്തെ പറ്റിയുള്ള മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഇടയിൽ പോലും ഇതിനെപ്പറ്റിയുള്ള അവബോധം കുറയുന്നത് കൊണ്ടുമാണ്. മറ്റൊരു കാരണം കരൾ വീക്കം, കരൾ രോഗവും ഈ അസുഖത്തിൽ, കാരണം അത് കാരണം ഗൈനക്കോമാസ്റ്റിയ വരാനും അത് കാരണം ഈ അസുഖം വരാനും സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും സ്ത്രീകളുടെ സ്ഥാനാർബുദം പോലെ തന്നെ ഫലപ്രദമായ ചികിത്സ പുരുഷന്മാരുടെ സ്ഥാനാർബുദത്തിനുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരിപാടി വഴി പുരുഷന്മാരുടെ സ്ഥാനാർബുദത്തെ പറ്റിയ ഒരു അവബോധം ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അജയ് കുമാർ സാർ പറഞ്ഞു തുടങ്ങിയ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് കോഴിക്കോടും മലബാർ ഭാഗത്തെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് വളരെ വിപുലമായ ഒരു ക്യാൻസർ സെന്റർ വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ടെറിഷറി ക്യാൻസർ കെയർ സെന്റർ. സാറ് പറഞ്ഞതുപോലെ 18-ൽ ഒരാളായിട്ട് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റാണ് സർജിക്കൽ ഓങ്കോളജി. ഇന്ന് 3 സർജന്മാരുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന എല്ലാ ശസ്ത്രക്രിയകളും നമ്മുടെ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്ന അജയ്കുമാർ സാറിനും നമ്മുടെ പ്രിൻസിപ്പലിനും എല്ലാം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുകയും അതിന് അവസരം തരികയും ചെയ്ത സ്വസ്തിക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് അല്ലേ, ജനറൽ പബ്ലിക്കിന് മെയിൽസിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഓവർവ്യൂ കിട്ടി. പറഞ്ഞ പോലെ തന്നെ മെയിൽസ് ഫീമെയിൽസിൽ പോലെ തന്നെ തന്നെയാണ് മെയിൽസിലും ആക്ച്വലി നമ്മൾ ആ ഒരു ഏർലി ഡിറ്റക്ഷൻ റിയലി സേവ്സ് ലൈഫ്സ്. അപ്പം എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അജയ്കുമാർ സാർ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ? തീർച്ചയായും. നേരത്തെ ദേവി ചന്ദന പറഞ്ഞതുപോലെ ശരിക്കും അവരുടെ വളരെ നല്ല ഒബ്സർവേഷൻ ആണ്. നമ്മള് ഹെൽത്തിന്, ആരോഗ്യത്തിന് നമ്മൾ ലാസ്റ്റിലാണ് വെക്കാറ്. നമ്മൾ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ചെറിയൊരു പഠനം നടത്തിയിരുന്നു. OP-യിൽ വരുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളത്. അതായത് 6 മാസത്തിലധികം വൈകി വരുന്ന രോഗികളെടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താണ് കാരണം, വൈകാനുള്ള കാരണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. അതായത് മകളുടെയോ 10th സ്റ്റാൻഡേർഡ് പരീക്ഷ, ഓക്കെ, പിന്നെ വീട്ടിൽ കൂടല്, കല്യാണം, പിന്നെ ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും. അതായത് ഏതോ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് 6 മാസത്തിലധികം ഇതിങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിതുപോലെ ഈ കുറെ ക്യാമ്പൊക്കെ നടത്തിയതാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ സ്വസ്തി വലിയ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ക്യാമ്പൊക്കെ നടത്തിയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് റേഡിയോളജിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബൈറാറ്റ്സ് 3 എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഇട്ട് പോകും. പിന്നെ അത് പേഷ്യൻസ് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് അതും കൊണ്ട് ഓടിച്ചാടി നടക്കും. അത് നമ്മുടെ അടുത്ത് വരും, പല ഹോസ്പിറ്റലുകളിൽ പോകും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മളുടെ അവയർനെസ് ആണ്. അതായത് നമ്മളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ, നമ്മളുടെ സ്ഥാനത്തിലെ മാറ്റങ്ങൾ, പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ, അത് നമ്മൾ ശ്രദ്ധയിൽ പെടുക. അത് ഉടനെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് കാണുക. നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെ ഇപ്പം വൻകുടലിലെ ക്യാൻസറിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം ഒരു രക്തം പോകുന്നതാണ്. ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം രക്തം ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷെ എന്നാൽ അത് ശ്രദ്ധിക്കൂല. ആ ഒരു പ്രാവശ്യം ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കും. അത് പിന്നെ 2-3 മാസം കഴിയുമ്പോഴത്തേക്കായിരിക്കും പെർസിസ്റ്റന്റ് ആയിട്ട് ബ്ലീഡിങ് വരുമ്പോൾ രോഗികൾ വരുന്നത്. അതുപോലെ തന്നെ ആകെ ഞാൻ കേരളത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വോയിസ് ത്രോട്ട് ക്യാൻസർ എത്രയും പെട്ടെന്ന് അവർ വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയോ? ഈ ലാരിങ്സ് ക്യാൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഈ വോയിസ് പോകുന്നതാണ്. നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, സംസാരിച്ചുകൊണ്ടേ ഇരിക്കണല്ലോ. അതുകൊണ്ട് ഇത് എല്ലാ ക്യാൻസർ സ്റ്റേജ് 1 ട്രീറ്റ് ചെയ്ത് എല്ലാവരുടെയും സുഖം 95% മാറ്റാൻ പറ്റും. അത് ഈ ഒരൊറ്റ ഒരൊറ്റ ക്യാൻസർ മാത്രമേ നമ്മളുടെ അടുത്ത് ഫസ്റ്റ് സ്റ്റേജിൽ വരാറുള്ളൂ. ബാക്കി ബ്രസ്റ്റ് ക്യാൻസർ ആയിക്കോട്ടെ, മുഴയൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല രോഗികൾക്ക്. അതുകൊണ്ട് അതൊക്കെ അവർ വരില്ല. അപ്പൊ അതുപോലെ നമ്മൾ ആ അവയർനെസ്, നമ്മുടെ അവബോധം, അത് എനിക്ക് സാറടുത്ത്
പറയാനുള്ളതാണ്. നമ്മൾ അവബോധം നമ്മൾ മാക്സിമം നമ്മളുടെ ജനതയിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്യണം. എന്ത് മാറ്റം ഉണ്ടെങ്കിലും അത് ജനങ്ങളത് നമ്മുടെ അടുത്ത് പറയണം. അതെടുത്ത് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. 95% ക്യാൻസറും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ സ്ക്രീനിങ്ങിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ പ്രോസ്റ്റേറ്റ് സ്ക്രീനിങ് ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്ത് കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അവർ ഈ ബ്രസ്റ്റ് ആകെ സ്ക്രീൻ ചെയ്യുന്ന സെർവിക്സ് ക്യാൻസർ മാത്രമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാപ്സ്മിയർ മറ്റേ ബ്രസ്റ്റ് സ്ക്രീനിങ് ഒക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷെ ആ അവയർനെസ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ലംപ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ മുഴേനെ നമുക്ക് ആ മാറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഡോക്ടർ ശ്രീകാന്തിന്റെ ഈ മെയിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ. എനിക്ക് തോന്നുന്നു അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ രശ്മി? പോവാം സർ. Next we have Dr. Lekshmy. She is from Amrita Institute Kochi, and she'll talk on genetics meets radiology, tailoring screening for high-risk women. So over to you, Dr. Lekshmy. This one, right? Good evening, all. Am I hearable? Yes, Ma'am? yes. Yeah, you're audible. Thank you, IRIA, AMMA, and Swasthi Foundation for giving me this wonderful opportunity and be a part of this initiative. Thank you, Reshmi Madam, for the kind words of introduction. All stalwarts in this field, surgical oncologists, radiation oncologists, everyone, breast radiologists, had given a beautiful talks for the last 20 days. So I think I'm given a little kind of tough topic, genetics meet radiology. ഇത് കേൾക്കുമ്പം തന്നെ how can we tailor screening for high risk women, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ഗ്രൂപ്പിലെ സ്ത്രീകളെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ടോപ്പിക്. So I'll just directly go to the presentation. Of course, all the stalwarts had given the statistics, risk factors, everything in the last 20 days of presentations. But just one word about the statistics in India. Every 4 minutes, an Indian woman is diagnosed with breast cancer, and one woman dies of breast cancer every 13 minutes in India. And the risk factors, of course, controllable and uncontrollable risk factors are there. Controllable, as we know, നമുക്ക് control ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ like alcohol, smoking, lack of exercise, overweight, having first child after 30 years of age, hormone therapy, taking so much of breast control pills. But just see the uncontrollable risk factors. First degree relative with breast cancer, inherited mutation in breast cancer genes, getting periods less than 12 years of age, and menopause after the age of 55. ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് അല്ല. Okay, so അതിൻ്റെ അകത്ത് second point, inherited mutation in breast cancer genes. That is my topic today. So ഇത് ഒരു AIMS Delhi 2023. This article was published in Hindustan Times in 2023. In that article, it was said that 30% of all breast cancers affect women under 40 years of age. This article came in 2023. Okay? Out of my interest, for the last 8 months data I took in our hospital, for the last 8 months, okay, I took the data of less than 35. Etra cases we are seeing breast cancers daily, minimum 5 or 6 cases per day, breast cancers alone. So out of my interest, last 8 months data eduthappom 35 years we have found 16 cases. Our age group, that means cancer is seeing and it is becoming more common in young women. Of course, the factors are sedentary lifestyles, unhealthy dietary habits, of obesity, females with inherited genetic mutations, delaying motherhood, or first child after 30 years of age, avoid breastfeeding. These are the factors for a young woman, making the young woman at risk for breast cancer. So what makes a woman high risk? The genetic mutations. I am coming to that point. Then multiple hereditary syndromes running in the family,
first degree relatives with BRCA mutation or any other genetic mutation, but the patient remains untested. Or ladies who have get treatment for chest radiation therapy before the age of 30. For example, for lymphoma and all, if they're getting radiation therapy before the age of 30, these women are kind of high risk group. And additional risk factors, as I said earlier, non-modifiable risk factors, personal history of breast cancer, dense tissue. And those women with already biopsy proven high-risk lesions like atypical ductal hyperplasia, atypical lobular hyperplasia, lobular carcinoma in situ, and women in Ashkenazi Jewish descent. These are the women who are under high risk for breast cancer. So how does this breast cancer occurs? Two types. It can occur in two ways. Okay. One is somatic mutation. That is, breastilola cells. The mutation occurs in breast cells that are occurred in one's lifetime. These mutations are not inherited. It is not clustered in families. But when it comes to germline mutation, it is due to the mutation of these genes like BRCA1, BRCA2, TP53, like that. This leads to hereditary familial breast cancer. 5 to 10% of breast cancers have strong inherited component. It will run in families. So this BRCA1 is located in chromosome 17 and BRCA2 is located in chromosome 13. So basically what happens is, can you reduce this? Basically what happens is, these genes are basically tumor suppressor genes. അതായത് അത് ട്യൂമറിനെ സപ്രസ് ചെയ്യുന്ന നോർമൽ ജീൻസ് ആണ് ഈ BRCA1, BRCA2 എന്നൊക്കെ ഉള്ള ജീൻസ്. It has a protein. So what does it normally? What it does is this: if a DNA is damaged, with the help of the protein, these genes repair the damaged DNA, okay? And thus it prevents cancer. But when any of the mutation occurs in any of these genes, what happens is these mutated genes cannot repair the DNA. So DNA damage occurs. The damage occurs. It continuously it is damaging, and it has that role of tumor suppression is lost in these mutated genes. So what happens is then the cancer develops. This is the basic principle when a gene is mutated. So when the gene is mutated, genes like BRCA1, BRCA2, TP53, PTEN mutations, the chance of lifetime risk of developing breast cancer in a female is more than 60%. So when it is mutation, all these the genes, when it mutates, you can see the percentage. It can rise from 15 to 60%. And how can we assess risk? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു സ്ത്രീക്ക് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? ആ റിസ്ക് അസസ് ചെയ്യാനായിട്ട് തന്നെ കുറേ മോഡൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആൻ ഓൺലൈൻ മോഡൽസ്. ലൈക്ക് ഇറ്റ് വാസ് ഡെവലപ്ഡ് since 1989 onwards. These models are available to assess the risk among the women, whether they'll get a lifetime risk of developing breast cancer. So the main models or the major models which we use to assess the breast cancer risk is Tailoring model, Gale model, Close, BRCA-Pro, Boardsia. What these models helps is, these models help to assess the risk of developing breast cancer in a woman, or a woman whether she is carrying a hereditary genetic mutated gene. And it helps to, this model will help to identify women at high risk who merit more aggressive and early screening. These models also help us to predict risk of whether invasive malignancy or in situ cancers over various time horizons, like in 5 year, 10 year, or in a lifetime. So especially when the family there are multiple members having breast cancers, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിലൊക്കെ വരികയാണെങ്കിൽ തന്നെ these are the models which help us to assess whether she is into high risk or not. അതിൽ ഒരു മോഡൽ എന്താണ് ഈ മോഡൽ അസസ് ചെയ്യുന്നത്? അതിൽ റൈറ്റ് നൗ വേൾഡ് വൈഡ് the comprehensive model we use in assessing the high risk nature is a Tailoring model. In the version 8 is the best model. This particular model assess the age, height, weight, age at menarche, menopausal status, obstetric history, hormone replacement therapy,
whether she had undergone any pathology from prior breast biopsies, whether she is an Ashkenazi Jewish descent. And the version 8 of this particular model includes the density of the breast also. And this is kind of, when compared to the other models, this is the best model which gives the approximately good high risk assessment. So once we identify the risk with these models will give assessment in percentage. And it will tell us whether the lady is in average risk, like 13% estimated lifetime risk of developing breast cancer, intermediate risk, whether she is in 15 to 20%, or high risk. This is the most important part. These models will help us to categorize the woman into high risk. High risk means more than 20% estimated lifetime risk of developing breast cancer. So once we identify that the females are in more than 20% or more, the screening, ഇതൊക്കെയാണ് നമ്മുടെ കൺസേൺസ്. ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് എപ്പോഴും ചോദിക്കുക, അയ്യോ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട്, അച്ഛൻ്റെ സിസ്റ്ററിനുണ്ട്, അമ്മയുടെ സിസ്റ്ററിനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ജെനറ്റിക് സ്ക്രീനിങ് ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എത്ര ഏജിൽ സ്റ്റാർട്ട് ചെയ്യണം സ്ക്രീനിങ്? ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് വി ഡെയിലി ഹിയർ ഫ്രം അവർ പേഷ്യൻസ്. So if with the help of these risk models, if we assess the risk factors, if she is in a more than 20% lifetime risk of developing breast cancer, ideally the screening should start at the age of 30 years. Okay, that too with a digital mammogram or plus or minus digital breast tomosynthesis or with an annual MRI. If she is genetics based, she has increased risk or they are untested first degree relative. Okay, then also she has to begin at the age of 30 years with a mammography or an annual MRI. 6 months alternatively, we have to do a mammogram and an MRI. And as I said earlier, a woman who undergo chest radiation therapy with a cumulative dose of more than or equal to 10 gray before the age of 30, then she has to begin the screening at the age of 25 or 8 years after radiation therapy, whichever is later. Again, with the same thing, we have to start with mammogram or plus or minus digital breast tomosynthesis. Digital breast tomosynthesis is a 3D mammogram and alternating with 6-month annual MRI. Again, the ladies with biopsy proven all the high risk lesions like ADH, ALH or LCIS and personal history of breast cancer, they have to, this group of ladies, last two categories of ladies should start screening from the time of diagnosis with a mammogram and MRI. So the NCCN guidelines for genetic screening, who all should undergo like this genetic screening, or who all should do the genetic test? The patient with personal history of breast cancer or diagnosed breast cancer diagnosed younger than the age of 50 years, especially triple negative cancers less than 60 years, personal history of 2 breast cancers regardless of age of onset, known mutation in a cancer within the family, multiple close family members with related breast cancers, ovary, colon, prostate, pancreatic cancers, and diagnosis of ovarian cancer, diagnosis of breast cancer, Ashkenazi Jewish descent with personal history of breast, ovarian, pancreatic cancer. These group of ladies should undergo the genetic screening test. And if they are found to be BRCA1 or BRCA2 mutation positive or any genetic mutation positive, we can categorize into 2 groups. If a healthy lady is found to be BRCA1 or BRCA2 positive, what we should suggest them? We should suggest, then our role is to find early detection and diagnosis. How can we do the early detection and diagnosis? If a healthy woman is found to be a genetic mutation or mutated, then intensive screening with mammogram and MRI should be done in a 6-month interval period. Of course, for cancer prevention, once a family is completed, prophylactic surgeries like risk reduction surgeries like bilateral mastectomy can be considered. Predictive genetic testing of the rest of the family members can be considered. In case, if the BRCA is positive for a breast cancer patient, of course, they will undergo the surgery like what Sreekanth said. We'll undergo surgery, the cancer treatment, everything will go on. And they have to think about the risk reduction surgery, chemotherapy, risk reducing medications like tamoxifen, the neoadjuvant, adjuvant. Rest of the treatment will go according to the cancer, what the type of cancer she is having. And I just want to show one case. This lady came 3 months back. She is a 57-year-old lady
She came only for left mastalgia, left breast pain as she presented. Other than that, too, for 2 years duration. And the interesting thing was she has a family history of breast neoplasm in multiple members from her maternal and paternal side. Grossly, nothing much is seen, but except for a grouped amorphous calcification, which is shown as a yellow arrow, and one mass in the inner quadrant, which is shown in the red arrow. Okay, that grouped amorphous calcifications is quite a suspicious one, morphology, Birad's 4B category. So we went ahead with contrast enhanced mammography. Since she was in high risk category, and we thought we'll do a contrast mammography, and that calcification was showing kind of subtle enhancement on contrast enhancement, but the inner quadrant mass was not showing any enhancement. That turned out to be cyst. But we didn't get any ultrasound correlate for this grouped calcifications. Again, we went ahead with an MRI to see whether this calcification is this enhancement is correlating with MRI. Of course, we got a subtle enhancement on MRI also. We went ahead with tomosynthesis guided vacuum assisted biopsy for this small grouped calcifications. This is a specimen which is showing the calcifications, and it turned out to be lobular carcinoma in situ, pleomorphic type grade 2. That's the beauty of screening in the way she didn't have any only concern she had was a pain, but no palpable concern, nothing. For the pain, she visited us, and we picked up that this is a pre-malignant condition. We could help her. She underwent wide local extension, and since multiple family members had this breast neoplasm, she underwent genetic testing, and she was turned out to be BRCA1 positive. So basically, when you do, what is the importance of screening? നമ്മൾ ഒരു ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഗ്രൂപ്പിന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ we can give them the intensive screening, and we can detect a cancer in a very non-palpable stage, like these calcifications. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് മുഴ മാത്രമായിട്ടാണ് ആദ്യമേ ക്യാൻസർ വരുന്നത്. Of course, most of the percentage in cancers present as masses, but around 10 to 15 or 20 to around 25% cancers do seen as calcifications also. So that is the importance of screening, especially screening with mammogram. Okay, these calciums are picked only on mammogram. With ultrasound and MRI, we won't be able to pick calcium. So that is there lies the importance of mammography screening, at least to start at the age of 40. നമ്മൾ ഈ ദേവിചന്ദന മാഡം പറഞ്ഞ പോലെ എല്ലാവരും ഉള്ളൊരു ഭയം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് മാം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരു ഭയമാണ്. അയ്യോ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശ്രീകാന്ത് സാറും അജിത് സാറും ഗോപിനാഥ് സാറും ഒക്കെ പറഞ്ഞ പോലെ അയ്യോ ഇത് എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ, എൻ്റെ ഓഫ് കോഴ്സ് അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രയർ ഇമ്പോർട്ടൻസ്. പക്ഷേ ആസ് ഡോക്ടേഴ്സ് വാട്ട് വി വോണ്ട് ടു ഹെൽപ്പ് ദ സൊസൈറ്റി ഈസ് ഒരു ലേറ്റർ സ്റ്റേജിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നേക്കാൾ മുമ്പേ ഈ പറഞ്ഞ പോലെ നോൺ പാൽപ്പബിൾ ആയിട്ട് ഒരു സ്ക്രീനിങ്ങിന് വന്ന് നമ്മളൊരു ക്യാൻസർ പിക്ക് ചെയ്തിട്ട് നമ്മൾ അവരെ രക്ഷിക്കുമ്പം ആ ലേഡിയെ മാത്രമല്ല ആ ഫാമിലിയും കൂടിയാണ് നമ്മൾ രക്ഷിക്കുന്നത്. So that is the beauty of as a radiologist, I always feel proud when I detect a small calcium, grouped suspicious calcium, or a very tiny speculated hormonal cancers, or a triple negative in a very early stage. So that is the beauty of screening, like when we detect that in a very early stage, when a lady comes to our OPD without any symptoms, just for screening, and when we find this, we are helping her and her family too. So this oru notion, for example, as I said in one of my slide, 30% of the cancers are picked in less than 40 years. 3 months back, I had a girl, she's 23-year-old girl. She got her engineering admission in NIT, Calicut. She had a palpable concern 1 year back. She went to some other, some clinic or somewhere, and they did a scan and told her that this is only fat necrosis, nothing to worry, you go home. So she came to me after 1 year with a hard lump. അന്ന് ഒരു മുഴ ഉണ്ടായിരുന്ന സ്ഥാനത്ത് I found a 9 or 10 lesions in her breast with multiple nodes
ഇൻവോൾവിങ് ലെവൽ 1, ലെവൽ 2 ആൻഡ് സുപ്രക്ലാവിക്കുലർ, അതായത് നെക്ക് ലെവൽ വരെ ഇൻവോൾവ് ചെയ്ത് ഒരു ക്യാൻസർ പിക്ക് ചെയ്തു. സോ ദാറ്റ് ഈസ് ഇപ്പോഴും നമുക്കൊരു കൺസേൺ ആയിട്ട് വരുമ്പോൾ പ്രോപ്പർ സ്ക്രീനിങ്, യങ് ഏജ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് തിങ് ടു ബി ഡൺ ഈസ് ആൻ അൾട്രാസൗണ്ട്. ആ അൾട്രാസൗണ്ടിൽ തന്നെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് കാണുന്നുണ്ട്, ഒരു റേഡിയോളജിസ്റ്റിന് തോന്നുവാണ് ദാറ്റ് ലീഷൻ ഈസ് നോട്ട് ഗുഡ്, ലീഷൻ ഈസ് സസ്പീഷ്യസ്, ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഗെറ്റ് എ മാമോഗ്രാം ഡൺ. വൈ? മാമോഗ്രാം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്, അയ്യോ ഇതിന് ഭയങ്കര റേഡിയേഷൻ അല്ലേ? നോ, ദ റേഡിയേഷൻ ഇസ് ദർ ഓഫ് കോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫേറ്റൽ ഡോസ്. സോ മാമോഗ്രാമും കൂടി കണ്ട് കാൽസിഫിക്കേഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. വൈ? നെക്സ്റ്റ് കോൺട്രാക്ടൽ ബ്രസ്റ്റ് ഈസ് ഓൾസോ ക്ലിയർ എന്നുള്ളത് ഉറപ്പ് വരുത്താനുണ്ട്. ദെൻ യു ഹാവ് ടു അസസ് വാട്ട് ദ ടൈപ്പ് ഓഫ് ലീഷൻസ്, വെദർ ദർ ഇസ് എൻ കാൽസിഫിക്കേഷൻ ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് particular affected breast. All those of details will get only from mammogram. അപ്പം ഒരു സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഫിയർ മറികടന്ന് മുന്നോട്ട് വന്ന് സ്ക്രീനിങ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒക്ടോബർ മന്ത് കൊണ്ട്. ഐ തിങ്ക് IRIA ആൻഡ് സ്വസ്തി ഫൗണ്ടേഷൻ ഡിഡ് എ വെരി ഗുഡ് ജോബ്. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് പേരെയെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വി കുഡ് എഡ്യൂക്കേറ്റ് ദം, we could give more information. That's all. Lekshmy, that was really fantastic. You present everything in a nutshell, and that is a great topic. And see, the last thing you said, no, regarding that your experience. I always tell my students, postgraduates, and doctors, that you have, if there is a lump in the breast, it is cancer unless otherwise proved. We have to take it as cancer, because many times this has happened. It may not, it may be the radiologist. I think it will be the least of the radiologist problem. But many surgeons, you know, they do FNAC and that will come as benign or whatever. Then they will say it's normal. You don't worry about it. But the patient, after getting this normal feeling, even if it ulcerates, they will not come to the hospital or to the doctor, because they will be thinking that it's normal. The doctor has told me it is normal. So we have to explain the patients that unless it is proved, otherwise that is in benign again and again, you have to remove it by excision biopsy or whatever. Then only you can say you don't have any cancer in a case of frank breast lump, in a case of in a female patient. Thank you, Lekshmy. That is fantastic. Thank you, sir. Over to Dr. Yeah, okay. Dr. Rashmi, organizers. Thank you. That was really a fantastic talk. Lekshmy, a few questions that I thought. See, for all patients with family history, do we need a genetic testing? No, ma'am. No. If there is multiple things and if they are telling that they want the test, it is not necessary, ma'am. Okay, so what is the real indication of having this BRCA test? Especially with, as I said earlier, ma'am, in the less than 50 years getting triple negative cancers, if multiple members that like in maternal side, family members are multiple family members, of course they have to get an BRCA testing done, ma'am. Okay, and what is the cost of this? We have a genetic panel, right? Exactly, ma'am. Around 25,000 for blood testing of BRCA1 alone. I don't know about. Now it has come down. Lekshmy, madam, it has come down. I think even with the 7,000 rupees, you can do it. Okay, sir. And they do it at a reduced rate, because it's many people are doing that. So the cost has come down. അല്ല, ഒരുപാട് പേര് ഇപ്പൊ വരുന്നുണ്ടോ സാർ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പണ്ടത്തേക്കാളും? തീർച്ചയായും, initially because it's cost factor, no, 25,000. Many people, we can't even suggest this test. But now the cost has come down and we stick on to the protocol that is for multiple family members. Then these HER2 positive, triple negative cases, we routinely do. Many do that. Do we do a prophylactic mastectomy? Is that is indicated? That's a very difficult thing. നമ്മളിപ്പം നമ്മൾ Angelina Jolie, you know Angelina Jolie, the American actor, she has undergone this procedure. Her case is a BRCA positive case, and she has undergone bilateral mastectomy and oophorectomy. But I don't know, നമ്മളുടെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പേഷ്യന്റ് breast right side, then she developed left breast. Then she said nothing doing, I will remove everything, and she underwent this. She was totally upset when she got this second malignancy and opposite breast. So I don't know, but still our
people, they are not, maybe the awareness has not come to that level. ഈ റിസ്ക് റിഡക്ഷൻ സർജറി വെച്ചിട്ട് ഒരു 90-95% നമുക്ക് കുറയ്ക്കാം. ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൺട്രോൾ വരുന്നുണ്ട് മാം. ബയലാറ്ററൽ റിഡക്ഷൻ റിസ്ക് റെഡ്യൂസിങ് മാസ്റ്റെക്ടമി ചെയ്യുമ്പോൾ മാം 90-95% സ്റ്റഡീസ് ആർ ടെല്ലിംഗ്. അത് ബേസിക്കലി പേഷ്യന്റിന്റെ ഡിസിഷൻ ആയിരിക്കണം അല്ലേ? Exactly ma'am. Or else intensive screening, she has to undergo 6 monthly screening with mammogram and MRI. ഒരു 16 പേരെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ ലക്ഷ്മി. Yes ma'am. അതില് എത്ര ജനറ്റിക് ടെസ്റ്റ് ചെയ്തോ അവർക്ക്? Ma'am, one case was very interesting ma'am. Actually, she had a family history of colon neoplasm in her father's side. Her uncle, maternal uncle, paternal uncles, ellarkum. She was actually, she had anemia. She was treated, she was actually anemic evaluation നടത്തിയപ്പം she was found to have CA colon. Okay ma'am. അപ്പം അതിൻ്റെ അകത്ത് that IHC was came as microsatellite in MSI, this thing favoring Lynch syndrome. അപ്പം she came just for routine screening. She was only 26-year-old. So she came for routine. Okay, ഇതിൽ ഒരു association of breast and endometrial neoplasm പറയുന്നത് കൊണ്ട് she just came for routine ultrasound screening. When I kept the probe, I found a suspicious mass on the right breast. First, when I kept the probe, I found a suspicious mass. Okay, I stopped the scan. I convinced her about, okay, we'll do a mammogram. Just I always ask mammogram in young women just to rule out there are no suspicious calcifications. So she agreed for mammogram. And to my this thing, I found a group suspicious calcification adjacent to the lesion also. And I got both that calcium also. I got an ultrasound correlate. I biopsied both multifocal. It was multifocal. Biopsied both lesion. It came as invasive breast cancer. അപ്പം ഇങ്ങനത്തെ കേസുകളിൽ ഇപ്പം ജനറ്റിക് ടെസ്റ്റ് ഇല്ല. അപ്പം ലിഞ്ച് സിൻഡ്രോം അസോസിയേറ്റ് ചിലർ വളരെ ഈ പറഞ്ഞ ട്രിപ്പിൾ നെഗറ്റീവ് യങ് ക്യാൻസർ. ദ 23-year-old girl was BRCA പോസിറ്റീവ്. എല്ലാരും ചെയ്യാറില്ല മാം, എല്ലാരും ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു അത് ഇനി വരും നാളുകളിൽ മേ ബി അതിന് കുറച്ചും കൂടെ ഒരു അവയർനെസ്സും എല്ലാരും കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിരിക്കും. കാരണം ഇപ്പോഴും നമുക്ക് ജനറ്റിക് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്കൊരു ഇല്ലേ ജനറലി എല്ലാവർക്കും ഒരു മടിയായിരിക്കും. സ്ട്രെസ് ആണ് എല്ലാവർക്കും. പോസിറ്റീവ് ആയ ഈ പറഞ്ഞ സ്ട്രെസ് തന്നെയുണ്ട്. ലൈഫ് ലോങ് ഒരു സർവേ സ്ക്രീനിങ് ആണ്, ഇന്റൻസിഫൈഡ് സ്ക്രീനിങ് വരുമ്പോൾ സ്ട്രെസ്. So thank you for that, Dr. Lekshmy. So at the end of this session, one message shines clear, that is breast cancer is curable if detected early. അല്ലേ? അപ്പം എല്ലാവരും ആ അവയർനെസ് എല്ലാവർക്കും മാക്സിമം ആൾക്കാരിലോട്ട് നമ്മളത് എല്ലാവർക്കും എത്തട്ടെ ആ ഒരു അവയർനെസ്. ആക്ച്വലി സാറും ജോമ സാറും ഇടയ്ക്ക് പറഞ്ഞിരുന്നു ആക്ച്വലി അവയർനെസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നോളജ് അല്ലേ? അവയർനെസ് ഇസ് പ്രൊട്ടക്ഷൻ, ക്യാൻ സേവ് ലൈഫ്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമുക്ക് ഈ സെഷൻ വൈൻഡ് ഓഫ് ചെയ്യാം. ജോമ സാർ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? I think it's a really fantastic session, Rashmi. I really loved the talk, everything. Thank you once again for inviting us to this talk. Thank you. And one small reminder, join the Pink Walkathon on October 31st. We are conducting in Trivandrum, Kochi and Kozhikode. So let's walk together for a cause. So please do join us. And so this is Dr. Lekshmy signing off with gratitude and hope. And thank you and good night. Thank you, ma'am. Okay. Thanks, sir. Thanks, sir.